ഇപ്പോൾ ഏതാണ്ടൊരു 15-20 മിനിറ്റ് സമയം കഴിഞ്ഞു. ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. സ്റ്റോക്ക് നല്ല റിച്ച് ആയിട്ടുള്ള സ്റ്റോക്കായി കഴിഞ്ഞ് നല്ല മണം. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിലാദ്യമേ തന്നെ ആ ബേ ലീഫ്, അതായത് ആ വയണയില ഇട്ടുന്നത് എടുത്ത് മാറ്റുന്നു. അത് നമ്മൾ മുഴുവനോടെയാണ് ഇട്ടത്, അത് മാറ്റാം. എന്നിട്ട് പിന്നെ സെലറിയുടെ തണ്ട് ഇങ്ങനെ ഇട്ടത് അത് മാറ്റി വയ്ക്കും, ഇലയും തണ്ടോട് കൂടിയിട്ട്. ഇനി ചിക്കൻ്റെ കഷ്ണങ്ങൾ അതും ഇതിൽ നിന്നും മാറ്റുന്നു. ചിക്കൻ്റെ പീസസ് മാത്രമാണ് മാറ്റുന്നത്. ആദ്യം വയണയില അത് മാറ്റി, ബേ ലീഫ് മാറ്റി. ഇപ്പോൾ ചിക്കൻ്റെ കഷ്ണങ്ങൾ, തണ്ടോട് കൂടിയുള്ള സെലറി, തണ്ടും ഇലയും കൂടി ചേർത്തത്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, അത്രയും വേഗണം. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് വേഗണം. ഈ എല്ലിൽ നിന്നും കഷ്ണമൊക്കെ വിട്ട് വരുന്ന രീതിയിൽ ആകണം. അപ്പോൾ 2 വലിയ ലെഗ് പീസ് ഇപ്പോൾ 4ആയിട്ട് മാറിക്കഴിഞ്ഞു. വെന്ത് കഴിഞ്ഞപ്പോൾ കഷ്ണങ്ങളായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കിട്ടി. പിന്നെ ഇതിനകത്തുള്ളത് എന്താണ്? ക്യാരറ്റുണ്ട്, പിന്നെന്താ സവാളയുണ്ട്, പിന്നെ സെലറി ചെറുതായി അരിഞ്ഞതുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം. ഇനി ഇതേ സ്റ്റോക്കിലേക്ക് ഇപ്പോൾ ഏകദേശം 6 കപ്പ് വെള്ളം ഒഴിച്ചു, ഏതാണ്ടൊരു 4 കപ്പ് കൂടുതൽ വെള്ളം ഇതിൽ ബാക്കിയുണ്ട്. അതിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് നൂഡിൽസ്. ഈ നൂഡിൽസ് എന്ന് പറഞ്ഞാൽ ഇത് എഗ് നൂഡിൽസ്, സാധാരണയായിട്ട് വാങ്ങണതാണ്. ഇത് ഫ്ലേവേർഡൊന്നും അല്ല, പ്ലെയിൻ നൂഡിൽസാണ്. ഇത് ഇതിനകത്തേക്ക് നേരിട്ടിടാം. ഈ നൂഡിൽ ഇതിനകത്ത് കിടന്ന് വേകണം, ഈ സ്റ്റോക്കിൽ കിടന്ന് വേകണം. ഒരുപാട് സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇച്ചിരി ഉപ്പൊക്കെ സ്റ്റോക്കിലുണ്ട്, പോരാത്ത ഉപ്പ് ഇനി ഇത് വെന്ത് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വേകട്ടെ. ഇനി പാത്രം തുറന്ന് തന്നെ ഇരിക്കട്ടെ, ഇത് വേകണം. ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ്റെ പീസസ് തണുക്കും. തണുത്ത് കഴിഞ്ഞിട്ട് അത് എല്ലിൽ നിന്ന് നമ്മൾ കൈകൊണ്ട് എടുത്തു മാറ്റി ചെറിയ പീസസായിട്ട് ഒന്നുകിൽ അരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ കൈകൊണ്ട് പിച്ചിയെടുക്കുക, എങ്ങനെയെങ്കിലും ചെയ്യാം. അപ്പോൾ കഷ്ണങ്ങൾ മാത്രം എടുക്കുക, എല്ലും മാറ്റുക. ഇതാണ് അടുത്ത ചെയ്യേണ്ടത്. അപ്പോൾ ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്കതും റെഡിയാക്കാം. നൂഡിലിൻ്റെ പീസസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ സ്റ്റോക്കൊക്കെ കുറച്ച് വെന്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് സ്റ്റോക്ക് ഇങ്ങനെ കുറഞ്ഞു വന്നു, കണ്ടില്ലേ? ഇപ്പോൾ ഇച്ചിരി ചാറ് മാത്രമേ ഉള്ളൂ. പിന്നെ ചിക്കൻ്റെ കഷ്ണങ്ങൾ നമ്മൾ എല്ലിൽ നിന്ന് മാറ്റി ചെറിയ പീസസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൈകൊണ്ട് ചെയ്താലും മതിയാകും, അല്ലെങ്കിൽ കത്തി കൊണ്ട് ചെയ്യാം. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി ചിക്കൻ കഷ്ണങ്ങളാക്കിയതും കൂടി ഈ നൂഡിലിൻ്റെ കൂടെ ചേർക്കുന്നു. ആ കാര്യം കഴിഞ്ഞു. ഇനി ഇച്ചിരി കൂടെ ഉപ്പ് വേണ്ടി വരും, കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളൂ. ആദ്യം ചേർത്ത ഉപ്പ്, ഇനി ഇച്ചിരി കൂടെ ഉപ്പ് ചേർക്കാം. ഒരല്പം കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂണാണ് ഞാൻ നേരത്തെ ചേർത്തത്, ഇനി ഒരു 1/4 ടീസ്പൂൺ കൂടി ചേർക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂണായി. ഇനിയാണ് അടുത്ത ലാസ്റ്റ് കാര്യങ്ങൾ ചെയ്യാൻ പോവാണ്. ലാസ്റ്റ് എന്ന് പറയുമ്പോൾ 2 കപ്പ് പാല് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ മാവിലൊന്ന് കലക്കണം. അപ്പോൾ ആദ്യം കുറച്ച് മൈദ മാവ് 2 ടേബിൾ സ്പൂൺ ഉണ്ട്. കട്ടയില്ലാണ്ട് നമുക്കൊന്ന് കലക്കിയെടുക്കാം. ഇനി മൈദ മാവ് കലക്കിയത് ബാക്കി പാലിൻ്റെ കൂടെ ഒഴിച്ച്, ഇതിപ്പോൾ 2 കപ്പ് പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്, അതിലേക്ക് മിക്സ് ചെയ്യാം. 2 കപ്പ് പാലിൽ 2 ടേബിൾ സ്പൂൺ മൈദ. അപ്പോൾ മൈദ പ്രത്യേകിച്ചൊന്ന് കലക്കിയിട്ട് ചേർക്കുന്നതായിരിക്കും നല്ലത്, കലങ്ങി കിട്ടാനായിട്ട്. കട്ടയില്ലാണ്ട് എടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ മൈദ കലക്കിയ 2 കപ്പ് പാല് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ വെന്തുകൊണ്ടിരിക്കുന്ന നൂഡിൽ കൂട്ടിലേക്ക്, ഇപ്പോൾ സ്റ്റോക്ക് വെള്ളമൊക്കെ ഏതാണ്ടൊക്കെ കുറഞ്ഞു, ഇതിലേക്ക് ഒഴിക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ കുറുകി വരും, നല്ല തിക്കായിട്ട് വരും. അങ്ങനെയാണ് നമ്മുടെ ക്രീമി ചിക്കൻ നൂഡിൽ റെഡിയാവുന്നത്. അപ്പോൾ ഉപ്പൊക്കെ നോക്കുക, പിന്നെ എന്താ മുളകിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയുടെ അളവൊക്കെ ക്രമീകരിക്കുക. ഇതെല്ലാം ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യും. ഇതൊന്ന് കുറുകിയാൽ മാത്രം മതി. അപ്പോൾ നല്ല കുറുകുറാന്നുള്ള ഇതിങ്ങനെ ക്രീമി ആയിട്ട് വരും. സൂപ്പാണെന്ന് വെച്ചാൽ ഇത് സൂപ്പല്ല, പക്ഷേ ഇതൊരു ഫുൾ മീൽ പോലെ കഴിക്കാൻ പറ്റിയൊരു കാര്യമാണ്. അപ്പോൾ നന്നായിട്ട് തിള വന്നു, ശരിക്കും ഇങ്ങനെ തിള വന്നു തുടങ്ങി, നന്നായിട്ട് കുറുകി കഴിഞ്ഞു. കണ്ടല്ലോ, ഇത് ഇരിക്കുന്നതോറും പിന്നെയും കുറച്ചുകൂടി ഒന്ന് തിക്കാവും. അപ്പോൾ ഇനി തീ ഓഫ് ചെയ്യും, എന്നിട്ട് വിളമ്പുന്നൊരു പാത്രത്തിലേക്ക് മാറ്റും.
അങ്ങനെ ക്രീംഡ് ചിക്കൻ നൂഡിൽ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ, ഒരുപാട് ചേരുവകളൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യങ്ങളേ ഉള്ളൂ. നൂഡിൽസ്, ചിക്കൻ, പിന്നെന്താ പാല്, മൈദ മാവ്, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ സെലറി എന്ന് പറഞ്ഞൊരു കാര്യം മാത്രമേ ഉള്ളൂ. കൂടുതലായിട്ട് നമുക്ക് സെലറി ഇല്ലാതെയും വേണമെങ്കിൽ തയ്യാറാക്കാം. എന്തായാലും ക്രീമി എന്ന് പറയുമ്പോൾ ആ ക്രീംഡ് എന്ന് പറഞ്ഞാൽ ക്രീം സോസോടുകൂടിയാണ് ഇത് തയ്യാറായി വന്നിരിക്കുന്നത്. ആ ചിക്കൻ്റെ സ്വാദ് മുഴുവൻ കിട്ടിയിട്ടുണ്ട്. ചിക്കൻ ഒരുപാടൊന്നും വേണ്ട, 2 ലെഗ് പീസ് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് നല്ലൊരു വിഭവം ഇങ്ങനെ തയ്യാറാക്കാൻ സാധിക്കും. ഈ അളവിൽ നിന്നും ഏതാണ്ട് ഒരു 4-5 പേർക്ക് കഴിക്കാനുള്ള നൂഡിൽ കിട്ടും. കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടമാവും. തയ്യാറാക്കി കൊടുക്കുക. കാര്യം നമ്മളിപ്പോൾ നൂഡിൽ സാധാരണ കഴിക്കുകയാണെങ്കിൽ ഒരു സോസൊക്കെ കൂട്ടിയല്ലേ കഴിക്കുന്നത്, ടൊമാറ്റോ സോസോ എന്തെങ്കിലും ഒരു സൈഡ് ഡിഷൊക്കെ വേണം. ഇതിന് വേറെ സൈഡ് ഡിഷ് ഒന്നും വേണ്ട. ഇതിന് തന്നെ ഒരു സോസി ആയിട്ടിരിക്കുന്നത് കൊണ്ട്, ഈ ക്രീം ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഇത് മാത്രമായിട്ട് കഴിച്ചാലും നല്ല സ്വാദാണ്. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും.